ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലെ വൺ ആൻഡ് ഓൺലി ലേഡീസ് ജിമ്മായ കലോറിബിയിലാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കലോറിബിയിലെ വിശേഷങ്ങൾ എന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് കലോറിബിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കലോറിബിയുടെ ഓണറും അതുപോലെ തന്നെ ഹെഡ് കോച്ചും ആയ സിഞ്ചു ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി വെൽക്കം. യെസ്. അപ്പൊ നമ്മുടെ ഈ കലോറിബി തൃശ്ശൂര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂര് അശ്വിനി ജംഗ്ഷനിലെ പ്രോപ്പർ ടൗണിൽ തന്നെ പറയാം, എല്ലാവർക്കും എത്തിച്ചേരാൻ എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അശ്വിനി ജംഗ്ഷനിലെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ലേഡീസ് ജിം, കലോറിബി ലേഡീസ് ജിം ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോ ഈ ലേഡീസ് ഓൺലി ജിം തുടങ്ങാൻ എന്താണ് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത്? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ യൂണിസെക്സ് ജിമ്മിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ഓൾമോസ്റ്റ് 10 years ബിഫോർ ഞങ്ങളുടെ തന്നെ ജിമ്മായ മസിൽ പോയിന്റ് ഫിറ്റ്നസ്സിലായിരുന്നു. അവിടെ നിന്നായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് ജേർണി. അവിടെ നിന്ന് നമ്മള് വിമല കോളേജിന്റെ ലേഡീസ് ജിം എടുത്ത് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു ലേഡീസ് ജിമ്മിന്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കുന്നത്. അത് യൂണിസെക്സ് ജിമ്മിനേക്കാളും ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ തോട്ട്സും അനുസരിച്ച് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു ഭയങ്കര കംഫർട്ട് സോൺ ആണ് ശരിക്കും ഒരു ലേഡീസ് ജിം എന്ന് പറയുന്നത്. ലേഡീസ് ഓൺലി. അപ്പൊ അത് ഫ്രീ ടു മൂവ്, എന്താ പറയാ, അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണ് അത് ശരിക്കും മനസ്സിലാവുക. യൂണിസെക്സിൽ ചെയ്യുന്നവരുണ്ട്, അതൊന്നും നമ്മൾ യാതൊരു ഇതുമില്ല. പക്ഷെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത്. ലേഡീസ് ജിം ഇപ്പോ ഒരു ഈ കലോറിബി തന്നെ 8 years ആയിട്ടുണ്ട്. 8 years ആയി. ഓരോ എന്താ പറയാ, ഓരോ ഘട്ടമായിട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. കലോറിബി ലേഡീസ് പിന്നെയുള്ള ടൗണിലെ ഇത്രയും ഒരു നല്ല സ്ഥാപനമായിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കാൻ ഏറ്റവും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി ഫിറ്റ്നസിലേക്ക് വരാനുള്ള റീസൺ എന്താ? എന്റെ ഹസ്ബൻഡ്, തീർച്ചയായും അതിൽ വേറൊരു തർക്കമില്ല. ഞാൻ മാരേജിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഈ ഫീൽഡിലേക്ക് കടക്കാൻ തന്നെ ഉള്ള ഒരു ഇത്. ഹസ്ബൻഡിന് ഓൾമോസ്റ്റ് ഒരു 25 years ആയിട്ടുള്ള ഒരു ജിം ഉണ്ട്. ആള് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആള് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആള് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഫീൽഡായിരുന്നു ട്രെയിനറാണ്. ഇപ്പൊ പോലീസ്. അപ്പോ അന്ന് അങ്ങനെ ഒരു നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് പോലീസിലാണ് ജോലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ PSC ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടെ ജോബ് ഒരേപോലെ പോയി കഴിഞ്ഞാൽ മക്കള് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അവരുടെ കാര്യങ്ങളും ഫാമിലി എല്ലാം നോക്കുന്നത് ഇത്തിരി ടഫായിരിക്കും. എസ്പെഷ്യലി പോലീസുകാരനായതുകൊണ്ട് തന്നെ ആളുടെ ജോബിന്റെ ഡ്യൂട്ടി ടൈം ഒന്നും കറക്റ്റ് അല്ല. എപ്പോൾ വേണമെങ്കിൽ പോവാം, തിരിച്ചു വരാം, അങ്ങനെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് അത് ഒത്തുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഹസ്ബൻഡാണ് ഒരു ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഫീൽഡ് നമ്മുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി. ഒരു കോഴ്സസ് ആയിട്ട് ചെയ്തു. ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ കോഴ്സ് ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ലെവൽ 4 സർട്ടിഫൈഡ് ട്രെയിനറാണ്. സുംബ ഇൻസ്ട്രക്ടറാണ്. സുംബ ഇൻസ്ട്രക്ടറായിട്ടും ഒരുപാട് വർഷങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെയും സുംബ ക്ലാസ്സസ് ഇവിടെ സക്സസ്ഫുള്ളി റൺ ചെയ്യും. അപ്പൊ ചേച്ചി, ലേഡീസിന് വേണ്ടി എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്? ലേഡീസിന് വേണ്ടി നമ്മളിവിടെ മെയിൻ ആയിട്ട് സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ സുംബ ക്ലാസ്സസ് ആണ്. പിന്നെ നമ്മള് ലേഡീസ് ജിമ്മും സുംബയും ഇത് രണ്ടുമാണ് നമ്മളിപ്പോ കൊടുക്കുന്ന സർവീസ്. അതിൽ തന്നെ നമ്മള് പേഴ്സണൽ ട്രെയിനിങ്ങും ഗ്രൂപ്പ് ട്രെയിനിങ്ങും അങ്ങനെയുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ലേഡീസ് ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 to 12 വർക്കിംഗ് ടൈം ആണ്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ 4 to 8:30 ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത്. ആ മിഡ് ടൈമിൽ ബ്രേക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ സുംബ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 4 ബാച്ചസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ 2 ബാച്ച് ഉണ്ട്, ഈവനിങ്ങിൽ 2 ബാച്ച് ഉണ്ട്. അപ്പോൾ ഏത് ടൈമിൽ വരുന്നവർക്കും കംഫർട്ടബിൾ ആയിട്ട് ക്ലയൻസിനെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. മോർണിംഗ് വന്നില്ലെങ്കിൽ ഈവനിങ് ജോയിൻ ചെയ്യാം. അത് ഒരു പ്രശ്നമില്ല. അവര് റെഗുലർ ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അവർക്ക് അതൊന്ന് ഒരു സെൽഫ് മോട്ടീവ് വേണം. ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണെന്ന് അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഇവിടെ അല്ലെങ്കിലും ഇപ്പൊ എന്താ പറയാ, അവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടോ ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ
എവിടെയായാലും അവിടെ പോയാൽ ഇതൊരു കണ്ടിന്യൂ ചെയ്ത ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കാനുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറ്. അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ലേഡീസ് ഓൺലി ജിമ്മാണ്, അപ്പൊ നിങ്ങൾ ഇവിടെ ജിമ്മിൽ മാത്രം ട്രെയിനിങ് കൊടുക്കുന്നുള്ളൂ അതോ ഓൺലൈനായിട്ട് ലേഡീസും ചെയ്യുന്നുണ്ടോ? ഓൺലൈനായിട്ട് ഞാൻ കൊറോണ ടൈമിലാണ് തുടങ്ങിയത്. വളരെ സക്സസ്ഫുൾ ആയിട്ടായിരുന്നു. അതെ അതെ, ആ ടൈമിലൊക്കെ ഒരുപാട് ഞാൻ ബാച്ച് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായ കാരണം എനിക്ക് ജിമ്മിൽ ഉണ്ടായ തിരക്കാണ്. ഞാൻ ഇവിടെ കമ്മിറ്റഡ് ആണ്. ഓൾമോസ്റ്റ് സുംബ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സുംബ ബാച്ചസ് എടുക്കാനും അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് മാറ്റിവെച്ചത്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഓൺലൈൻ ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചിലർക്ക് പേഴ്സണൽ ആയിട്ട് ഞാൻ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓരോ അവർ ചോദിക്കുന്ന അവരുടെ ടൈമിനനുസരിച്ചിട്ട് എന്റെ ബ്രേക്കിനനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പേഴ്സണൽ അതല്ലാണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് ഓൺലൈനായിട്ട് ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് ഇവിടുത്തെ റഷ് ജിമ്മ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഞാനൊരു ചോദിക്കട്ടെ, അപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് സ്ത്രീകൾക്ക് സെഷൻ അപ്പൊ എന്തായാലും ഈ റഷിന്റെ ഇടയിൽ അത് പറ്റുമോ? അത് മാനേജ് ചെയ്യാറുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്രോഡുള്ള ക്ലയൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ ടൈമിംഗ് ഒന്നും ചിലർക്കൊന്നും ഉച്ച ടൈം ഒന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഫ്രീ ആവുന്ന ടൈം അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ നൈറ്റ് നമ്മളിവിടെ ഒരു 9 o'clock ശേഷം ആയാലും അങ്ങനെയുള്ള ക്ലയൻസിന് ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ സമയം ആവശ്യം അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ക്ലയൻസിന്റെ ഏതെങ്കിലും സക്സസ്ഫുൾ സ്റ്റോറീസ് എന്തെങ്കിലും റിമാർക്കബിൾ എന്തെങ്കിലും ഒരെണ്ണം പറയാനുണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവരിൽ ഒരാളുണ്ട്, ഒരു 35 kg ഒക്കെ ലോസ് ചെയ്തിട്ടുള്ള. 35 kg? ഓക്കെ, എത്ര മാസം കൊണ്ട്? അവരിപ്പോ ആ വെയിറ്റിലെത്തിയിട്ട് ഒരുപാട് സമയമായി. അവര് എനിക്ക് തോന്നുന്നു 35 kg റിഡ്യൂസ് ചെയ്തിട്ടാണോ? അതായത് അയാളുടെ ആക്ച്വൽ വെയിറ്റ് എത്രയായിരുന്നു? അവരൊരു 97 ആയിരുന്നു. അവര് 60s നിൽക്കുന്നത്. ഓ, അടിപൊളി അടിപൊളി. എത്ര മാസം എടുത്തു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? അവരൊരു 2 years ഒക്കെ എടുത്തു. 2 years. കംപ്ലീറ്റ്ലി ഹെൽത്തി ഫാസ്റ്റ് റിഡക്ഷൻ നമ്മള് അത്രയും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നല്ലതല്ല. ഫാസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെപ്പോഴും അതിന് അവർക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ലോസ് ചെയ്ത് കൊണ്ടുവന്നാലും നമ്മൾക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് റിസൾട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇപ്പൊ ഒരു 10 കിലോ കുറച്ചിട്ട് 2 മാസം റെസ്റ്റ് ചെയ്ത് 5 കിലോ കൂട്ടി വരുന്നതല്ല കറക്റ്റ് ആയിട്ടുള്ള റൂട്ടീൻ. അപ്പൊ അത് ഇത്തിരി സ്ലോ റിഡക്ഷൻ ആയാലും നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് എപ്പോഴും റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഹെൽത്തി റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി 3 kg വരെയാണ് നമ്മൾ. അതല്ലാണ്ട് നമുക്കൊരു സ്പെഷ്യൽ പർപ്പസ് ലൈക്ക് മാരേജ് ആണ് അല്ലെങ്കിൽ ഒരു ഷോ ഉണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല, ചെയ്തു കൊടുക്കും. അങ്ങനെ പിന്നെ ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻസ് മോട്ടിവേഷൻ. നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചാലും വീട്ടിൽ പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ പോയി നമുക്ക് എന്തും പറഞ്ഞു കൊടുക്കാനേ പറ്റില്ല, ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരെ ഇപ്പൊ ഗെയിനിങ് ആയാലും ലോസ് ആയാലും അല്ലെങ്കിൽ ബോഡി ടോണിങ് ആയാലും കറക്റ്റ് ആയിട്ട് അവരെന്നെ ഈ ട്രാക്കിലൊന്ന് അതായത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ 1 മാസം ചെയ്ത് കഴിഞ്ഞാൽ കളയാനുള്ളതല്ല. മോസ്റ്റ്ലി ചില ആൾക്കാർ ഇപ്പോഴും നമ്മുടെ അവിടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. 1 മാസം ഇതൊരു മാജിക് ഒന്നല്ല. മാജിക് ഒന്നല്ല. നമ്മള് എഫേർട്ട് എടുക്കണം. അത് ആ എഫേർട്ട് എടുക്കാനുള്ള കഴിവ് ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് ഓൾറെഡി ഫിസിക്കലി ആക്റ്റീവായ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വേഗം ചെയ്യാൻ പറ്റും. അതെല്ലാം ഒട്ടും ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ചെയ്ത് എന്താ പറയാ ഒന്ന് ബോഡി യൂസ്ഡ് ആയി വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന വർക്കൗട്ടുകളെല്ലാം ചെയ്ത് സക്സസ്ഫുൾ ആയ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ ഒരു സമയം എടുക്കും. അപ്പൊ ഈ ലോസ് അല്ലെങ്കിൽ ഗെയിൻ്റെ ജേർണി നമ്മളെ ക്ലയന്റിന്റെ ഒരു സപ്പോർട്ട് പോലെ ഇരിക്കും. നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അവരുടെ എന്താണോ ഗോള് ആ ഗോളിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ അവരൊപ്പം നിൽക്കുക. എസ്പെഷ്യലി ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ എടുക്കാന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഇതിനനുസരിച്ചിട്ട് അവർക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ആദ്യം ചെയ്യാതെ ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറവാണ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് കുറവാണെങ്കിൽ അതിലേക്ക് അവരെ ലീഡ് ചെയ്യിക്കാനാണ് നമ്മൾ കൂടുതൽ മാക്സിമം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വുമൻസ് ഒരുപാട് ഫിസിക്കൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? അതായത് ഇപ്പൊ ഫിസിക്കൽ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്കുള്ള ഒരു ട്രെൻഡ് വെയിറ്റ് ലോസ് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെയും വരിക. അതായത് ഇപ്പൊ PCOD, ഇറഗുലർ പീരിയഡ്സ്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, നീ പെയിൻ. ഇപ്പൊ മുന്നത്തെ അപേക്ഷിച്ച് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 50s 60 ഏജിലുള്ളവരൊക്കെ വളരെ കുറവാണ് ജിമ്മിൽ വർക്കൗട്ടിന്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല.
കുറച്ചും കൂടി അതിനെക്കുറിച്ച് അവയർഡ് ആണ് ആൾക്കാർ. അവർക്ക് വരണം, അവയർനെസ് ഉണ്ട്. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു ലൈഫില് കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജോയിന്റ്സും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ 50 above ഉള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ലോണം ജിമ്മിൽ വന്നു തുടങ്ങി. പിന്നെ ഉള്ളത് നമ്മള് വരുന്നത് ഈ റൗണ്ടഡ് ഷോൾഡർ ആയിട്ടുള്ള ആൾക്കാർ, മസിൽ ഇംബാലൻസ് ഒക്കെ ആയിട്ട് അതന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരെ കാല് നടക്കുമ്പോൾ ആ നടക്കുമ്പോഴത്തെ ഒരു വ്യത്യാസങ്ങൾ, ആ ഒരു ഇതൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ കറക്റ്റീവ് എക്സസൈസുകൾ കൊടുത്ത് അത് നമ്മളെത്ര മോട്ടിവേറ്റ് ചെയ്താലും അതുപോലെ തന്നെ അവരും നല്ലോണം ശ്രമിക്കണം. ലൈക്ക് എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഓർത്ത് നിവർന്ന് നടക്കാനായിട്ട് നമുക്ക് അവർക്ക് കറക്റ്റീവ് എക്സസൈസുകൾ ചെയ്ത് പോസ്റ്റർ കറക്ഷനിലേക്കൊക്കെ നമുക്ക് ലീഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ PCOD എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. അതുപോലെ നല്ല ഡയറ്റ്, കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് റെഗുലർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PCOD ഒരുപാട് വ്യത്യാസം വരും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. PCOD മാറിപ്പോകുന്നവരുണ്ട്. ഇപ്പോൾ പിന്നെ ഫേസ് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ, അത് ഇപ്പൊ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് മെച്ചുവേർഡ് ആയ പ്രായത്തിൽ തന്നെ ഇറഗുലർ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സ് അറിയാതെ ചില കുട്ടികൾ കൊണ്ടു നടക്കും. അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ഏറ്റവും ചെറുപ്പത്തിലേ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ നോക്കണം. ലൈക്ക് നമ്മൾ ആക്റ്റീവ് ആക്കണം കുട്ടികളെ. അതാണ് ഫസ്റ്റ് വേണ്ടത്. എപ്പോഴും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റഡീസിലേക്ക് അങ്ങോട്ട് വിടും. ട്യൂഷനാണ് ഫുൾ ടൈം പാക്ഡ് ആ കുട്ടികളുടെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ പോകേണ്ട തിരക്ക്, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ, പിള്ളേർക്ക് സമയമില്ല. അതുപോലെ തന്നെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ആയാലും എന്താണ്, അവർക്ക് ഒരു 1 hour PT കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വരും. അതാണ് മിക്ക സ്കൂളുകളും. എല്ലാവരും പറയാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പൊ അത് ആ ഒരു അവയർനെസ് നമ്മൾ വേണം. അതായത് PT എന്ന് പറഞ്ഞ സബ്ജക്ട് PTക്ക് വേണ്ടി തന്നെ സ്കൂളുകളിൽ കൊടുക്കണം. അത് അവരെ കൊണ്ട് കളിപ്പിക്കാനോ ഓടിച്ചാടി ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനോ ആ ഒരു കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതായത് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് അവർ മനസ്സിലാക്കണം. ഒരു 1 hour നമുക്ക് വേണ്ടി എത്ര പഠിക്കായാലും അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതവർക്ക് ബോഡി മൈൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യും. ഒരിക്കലും റോങ് ആയിട്ട് പോകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ അതുപോലെ ഇറഗുലർ പീരിയഡ്സിലാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ആ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ശ്രമിച്ചാൽ ഈ PCOD പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാം. പിന്നെ ചില സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റഡീസിന് പോകുമ്പോൾ മാത്രമായിരിക്കും തീരെ സമയം കണ്ടെത്താൻ പറ്റാണ്ട് വരും. അങ്ങനെ ഉണ്ടാവും സിറ്റുവേഷൻ. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം മാത്രം അതിൽ നിന്ന് മാറി നിന്നാലും ബാക്കി സമയങ്ങളിൽ എവറി ഇയറിൽ അങ്ങനെയല്ലല്ലോ, കുറച്ച് കാലം നമ്മൾ അതിന് നിന്നാലും ബാക്കിയുള്ള സമയം വീണ്ടും നമ്മൾ വർക്കൗട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മള് എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്, മൊബൈലിൽ നോക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് അല്ലേ? നമ്മളൊന്നും നോക്കിയാലും വൈകുന്നേരം കുറച്ച് നേരമൊക്കെ മൊബൈൽ നോക്കിയിരിക്കുന്നവരായിരിക്കാം എല്ലാ കുട്ടികളായാലും. ഗെയിം, അതിനുള്ള ഒരു സമയമെങ്കിലും നമ്മൾ എവിടെയും ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളായാലും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചേച്ചി, നമുക്ക് ഇവിടെ ഈ ജിമ്മിൽ എന്തൊക്കെ ടൈപ്പ് മെഷീൻസ് ഉണ്ട്? മെഷീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ മെഷീൻസ്, അതുപോലെ ട്രെഡ്മില്ല്, എലക്ട്രിക്കൽസ്, അതുപോലെ തന്നെ സൈക്കിള്, ഇത്രയും 3 ടൈപ്പ് ഓഫ് കാർഡിയോ മെഷീൻസ് ഉണ്ട്. പിന്നെ മസിൽ വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്തനിങ് ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ മസിൽസിനുള്ള എക്യുപ്മെന്റ്സും ഉണ്ട്. ചെസ്റ്റ് പ്രസ്, അതുപോലെ തന്നെ ലെഗിന് വേണ്ട ലെഗ് എക്സ്റ്റൻഷൻ, ലെഗ് പ്രസ്, പിന്നെ ക്രോസ് ഓവർ, അതിൽ ഒരുപാട് എക്സസൈസ് ചെയ്യാം. അങ്ങനെ പിന്നെ ലാറ്റ് പുൾ ഡൗൺ, അങ്ങനെ എല്ലാ മസിൽസിനും ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ മെഷീൻസും ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള എക്സസൈസുകൾ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സാണ്. എക്സ്ട്രാ വെയിറ്റിനേക്കാളും നമ്മളുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ തന്നെ നമുക്ക് ആദ്യം ചെയ്യിപ്പിച്ച് പിന്നെയാണ് നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള മെഷീൻ വർക്കൗട്ടിലേക്ക് കടക്കുന്നത്. നമ്മുടെ ജിമ്മിൽ എത്ര ട്രെയിനേഴ്സ്? ഞാനടക്കം 6 പേരുണ്ട്. അതായത് എല്ലാവരും ഓരോരോ ടൈമിൽ വരുന്നവരാണ്. ഫുൾ ടൈം നിൽക്കുന്നവർ 2 പേരുണ്ട്. പിന്നെ രാവിലെ മാത്രം നിൽക്കുന്നവർ 2 പേരുണ്ട്. അങ്ങനെ ഓരോരോ ഷിഫ്റ്റിലായിട്ട് മാറി മാറി വരുന്ന നമ്മളുടെ തിരക്കിനനുസരിച്ചിട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോ ടൈം പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. 6 പേരും നല്ല സപ്പോർട്ടീവാണ്.
എന്താ പറയാ സർട്ടിഫൈഡ് ആണ്, സർട്ടിഫൈഡ് അല്ലാത്തവർ ഇപ്പൊ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ജിമ്മില് ഫീസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? ഫീസ് സ്ട്രക്ചർ നമ്മള് ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് 1500 ആണ് വരുന്നത്. ഓക്കെ. പിന്നെ 1000 അഡ്മിഷൻ ഫീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ജോയിനിങ്ങിന് 2500. അതിൽ തന്നെ ലോങ് ടേം എടുക്കുമ്പോൾ ഫീസ് കുറയും. ഓഫേഴ്സ് ഉണ്ട്. അതായത് 3 months പാക്കേജിന് 4500 ആണ് വരിക. അത് തന്നെ 1 year ആകുമ്പോൾ 9000 ആണ്. 9000 ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ജിമ്മും സുംബയും കൂടിയിട്ടുള്ള പാക്കേജസ് ആണ് നമ്മളിവിടെ കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്യണത്. 3 days സുംബ, 3 days ജിം, ഇൻ ബിറ്റ്വീൻ ഡേയ്സിൽ ജിമ്മിലെ വർക്കൗട്ട്. ഓക്കെ. സുംബയും ജിമ്മും കൂടിയാണെങ്കിൽ മന്ത്ലി 2500 ആണ്. അതിന് 3 months പാക്കേജ് വരുന്നത് 5500. 6 months ആണെങ്കിൽ 8.5K, 1 year ആണെങ്കിൽ 12.5K. അതിൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവർക്ക്. അതായത് ഗ്രൂപ്പ് ഓഫ് 10 people ഉണ്ടെങ്കിൽ ആ 10 peopleന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ട്രെയിനിങ്, ടബാറ്റ അങ്ങനെയുള്ള വർക്കൗട്ടുകൾ അവർക്കത് ലൈക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ, ഒപ്പം നിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തവർക്ക് തന്നെ ചെയ്യാൻ വിടുമ്പോൾ നമ്മൾ 10 20 ചെയ്യാൻ പറഞ്ഞാൽ പകുതി കഴിഞ്ഞ് നിർത്തും. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ ഡിഫറൻസ് വേറെ. അതാണ് മെയിനായിട്ട് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ ഡിഫറൻസ്. ആ സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്ത് ഒരാൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകും. അതേപോലെ നമ്മളിപ്പോൾ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട്. ആ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് വർക്കൗട്ട്സ്, ലൈക്ക് ഒരു ഗെയിം പോലെ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൂട്ടീൻസ് അവർക്ക് മാറി മാറി വീക്ക്ലി 2 days ആണ് ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുക. അപ്പം അതിനനുസരിച്ചുള്ള ഷെഡ്യൂൾ കൊടുത്ത് അവരെ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്, എൻജോയ് ചെയ്ത് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ സ്റ്റീം ബാത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീം ബാത്തിന് റൂമുണ്ട്. അപ്പൊ അത് നമ്മൾ 1 year പാക്കേജസിൽ ഇൻക്ലൂഡഡ് ആണ്. അതല്ലാത്ത പക്ഷം സ്റ്റീം ബാത്തിന് ഒരു സ്റ്റീമിന് 250 ആണ് ചാർജ് ചെയ്യുന്നത്. അതൊരു പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത് 1000 രൂപയ്ക്ക് 5 സ്റ്റീം. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ലേഡീസിന് മാത്രം ആയതുകൊണ്ട് തന്നെ ലേഡീസിന് ഫുൾ ലേഡീസ് ട്രെയിനേഴ്സ്, ഡ്രസ്സിംഗ് റൂം, വാഷ്റൂം, സ്റ്റീം റൂം, ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടെ കൊടുക്കുന്ന സൗകര്യം. അപ്പൊ ചേച്ചി, അപ്പൊ നിങ്ങളുടെ ക്ലയൻസിന് എങ്ങനെയാണ് ഡയറ്റും ന്യൂട്രീഷനൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്? ഡയറ്റും ന്യൂട്രീഷനും കൊടുക്കാറുണ്ട്. കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അവർക്ക് സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് എന്നല്ല കൊടുക്കുക. അതായത് നമ്മളുടെ വീട്ടിലെ ഇപ്പോ ലേഡീസ് ആണ് നമ്മള് കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത് മിക്കവാറും വീടുകളിൽ. അപ്പോ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡയറ്റ് മക്കൾക്കും ഹസ്ബൻഡും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും. അതല്ലാത്ത പക്ഷം വേറെ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറയുന്ന ഒരു കാര്യം ആ ഫുഡിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ഫുഡിന് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെയാണ് കഴിക്കേണ്ടാത്തത്, നമ്മൾ കഴിക്കുന്നതിൽ. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലിലെ ഹാബിറ്റ്സ് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് അവർ കഴിക്കുന്നതിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് നമ്മള് വെയിറ്റ് കുറയ്ക്കായാലും വെയിറ്റ് കൂട്ടായാലും നമ്മൾ എന്ത് കൂട്ടാൻ മാത്രം വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ കാർബ്സ് കഴിക്കാൻ പറയും. അല്ലെങ്കിൽ കാർബ്സ് കുറച്ച് പ്രോട്ടീൻ കൂടുതലാണ് നമ്മൾ കഴിക്കാൻ പറയാറ്. പ്രോട്ടീൻ എന്താ പറയാ, സപ്ലിമെന്റ്സ് അല്ല, സപ്ലിമെന്റ്സ് കഴിക്കുന്നവരുണ്ട്, സപ്ലിമെന്റ്സിനെ പേടിക്കുന്നവരും ഉണ്ട്. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ വേറെ കേൾക്കുമ്പോൾ ഒരു വേറെ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്, എങ്കിലും കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. എസ്പെഷ്യലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞു കൊടുക്കും. അപ്പോ നമ്മൾ അതിനനുസരിച്ച് അവർ കഴിക്കുന്ന റൂട്ടീനിന് എന്തൊക്കെ ചേഞ്ച് വരുത്താം. എസ്പെഷ്യലി നമ്മൾ പ്രത്യേകിച്ച് വൈകുന്നേരം അവരുടെ അടുത്ത് എന്നും ചപ്പാത്തി കഴിക്കാൻ പറയാണ്, അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ലേഡീസിന് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യമായിരിക്കും ഏറ്റവും ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കും. അതായത് എല്ലാ ജോലിയും കഴിഞ്ഞ് വന്ന് നമുക്ക് വേണ്ടി സ്വയം ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ അത് മടിയാവും, ചെയ്യില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ റൂട്ടീൻ എന്താണോ അതിൽ നിന്ന് മോഡിഫൈ ചെയ്ത് അവർക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യും വിത്ത് ഫാമിലി. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരിലും അത് നടക്കൂല, പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എല്ലാവർക്കും നടക്കില്ല. വീട്ടിലെ ഹസ്ബൻഡിന് അങ്ങനെ നിർബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ പാരന്റ്സിന് അങ്ങനെ നിർബന്ധമുള്ളവരാണെങ്കിൽ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നടക്കില്ല. അപ്പോ അതിനനുസരിച്ച് അവരൊരു സൊല്യൂഷൻ നമ്മളെടുത്ത് ഒരുപാട് പേര് അഡ്വൈസ് നമ്മളെടുത്ത് ചോദിക്കും. അതുപോലെ തന്നെ അത് വർക്കൗട്ട് തുടങ്ങിയ ഒരു 10 days ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറ്റും കൊടുക്കാറുള്ളൂ. വന്ന വഴിക്ക് തന്നെ ഡയറ്റ് തന്നെ ചോദിക്കും ആൾക്കാർ. അതില് ഇതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ടായിട്ട് ഒന്ന് യൂസ് ആയ ശേഷം ഞാൻ ഡയറ്റ് കൊടുക്കാറുള്ളൂ.
ചിലപ്പോ നമുക്കറിയില്ല ക്ലയൻസ് അത്രയും ആക്റ്റീവ് ആയിട്ടുള്ളവരാവില്ല. ഫസ്റ്റ് തന്നെ ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ആകെ ക്ഷീണാവും, മൊത്തം വേദന ഉണ്ടാവും, ചിലപ്പോ ആകെ ക്ഷീണാവും. അപ്പൊ വീട്ടില് അത് ഭയങ്കര പ്രശ്നമാവും. അത് പിന്നെ ക്ഷീണാവും, ഭയങ്കര അൺഹെൽത്തി ആയിട്ട് തോന്നും. പിന്നെ കുറെ ഇറഗുലർ ആയി മുടങ്ങാനുള്ള ചാൻസും വരും. അപ്പൊ ആദ്യം വർക്ക്ഔട്ട് ആയിട്ടൊന്ന് യൂസ്ഡ് ആയി അതിൽ കറക്റ്റ് ആയിട്ട് റെഗുലറായി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയറ്റിൽ മോഡിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഫിറ്റ്നസിലോട്ട് വരാനിരിക്കുന്ന ലേഡീസിന് എന്താണ് ചേച്ചിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ? ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്. നമ്മള് അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുക. അതിപ്പോ ജിമ്മിൽ തന്നെ പോണമെന്ന് പറയുന്നതിൽ ഒരു സയന്റിഫിക് റീസൺ ഉണ്ട്. യോഗയ്ക്ക് പോകുന്നവർക്ക് യോഗയ്ക്ക് പോവാം, അതുപോലെയുള്ള മറ്റുള്ള കരാട്ടെ അങ്ങനെയുള്ള വേറെ വേറെ പല ആക്ടിവിറ്റീസിൽ പോകുന്നവർക്കൊക്കെ ചെയ്യാം. പക്ഷേ സ്ട്രെങ്തനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രെങ്തനിങ് നമ്മൾ വീക്ക്ലി 3 days എങ്കിലും ചെയ്യാനായിട്ട് നോക്കും. അതാണ്. ബാക്കി നമുക്കിപ്പോ വെറുതെ വാക്കിങ്ങിന് പോകാനാണ് ഇഷ്ടം. ലൈക്ക് നമ്മൾ പുറത്ത് വാക്ക് ചെയ്യുമ്പോൾ അതിനൊരു ടൈം പാസ് കണ്ടെത്തുന്നവരുണ്ട്. അതാവാം, കുഴപ്പമില്ല. അത് പക്ഷെ വാക്കിംഗ് ഓൺലി ഇസ് നോട്ട് ആൻ എക്സസൈസ്. വാക്കിംഗ് മാത്രം ചെയ്തതുകൊണ്ട് ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം സ്ട്രെങ്തനിങ് ഏത് ചെയ്താലും ഒരു ടൈം നമ്മൾ ഷെഡ്യൂളിൽ വെയിറ്റ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് വേണ്ടത്. ആ വെയിറ്റ് ട്രെയിനിങ്ങിനോടുള്ള ആൾക്കാർക്കുള്ള ലേഡീസിന് പ്രത്യേകിച്ചുള്ള ഒരു പേടിയൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നും അങ്ങനെയല്ല, വെയിറ്റ് എടുത്താൽ മസിൽ വരുമോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടും ചില ആൾക്കാരുടെ അടുത്ത്. പക്ഷെ അതൊക്കെ മാറി. ഇനി ഒരു വിത്തിൻ 5 years ഉറപ്പാണ് മാറും. ആൾക്കാര് അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 45 to 1 hour 45 minutes എങ്കിലും. അപ്പൊ നമ്മൾ എന്നും ജിമ്മിൽ വരുന്ന ഒരാളാണ്, 2 ദിവസം വന്നില്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മടി വരും, ആ മോട്ടിവേഷൻ ഇല്ലാതെ വരും. അപ്പൊ നമുക്കൊരു വേറൊരു റീസൺ വരും മുടങ്ങാനായിട്ട്. അപ്പൊ അതില്ലാതെ നമ്മൾ കറക്റ്റായിട്ട് മുടങ്ങാനുള്ള ഒരു ചാൻസ് ഇല്ലാണ്ട് അന്നത്തെ ദിവസം ഒരു അരമണിക്കൂറേ ചെയ്യാൻ കിട്ടുള്ളെങ്കിലും ജിമ്മിൽ വരെ അരമണിക്കൂറായാലും ചെയ്യും. ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ പാർട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലും ഏത് തരം എക്സസൈസ് ആയാലും ചെയ്യുന്നതിലും ഒരു 45 minutes എങ്കിലും. അത് കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും എല്ലാവരും അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഞാൻ പറയാനുള്ള കാരണം ഇവിടെ എനിക്കൊരു US ലേഡി എന്റെ ക്ലയന്റ് ആയിട്ടുണ്ട്. അവര് ഒരു 5 months വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും തിരിച്ച് ബ്രേക്ക്. അവര് കൂടിയാട്ടം പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഏജ് പറയില്ല കേട്ടോ, അവരെ ഏജ് പറയില്ല. അവരെ ഏജ് പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഇവരെ ചെയ്യിപ്പിക്കുമ്പോ ഏജ് അറിയണം. കാരണം എന്തെങ്കിലും ഇവർക്ക് ചെയ്യിക്കുമ്പോ പ്രോബ്ലംസ് വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷെ അത്രയും പോലെ അവർ ഏജ് പറഞ്ഞില്ല. പക്ഷെ അവര് ഞാൻ ഗസ് ചെയ്യുന്ന ഒരു ഏജ് വെച്ചിട്ട് അവർക്ക് ആ ഏജിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലേഡീസ് ഒരു 5 കിലോ വെയിറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിക്കും. എന്നിട്ട് അത് ധൈര്യമായിട്ടൊന്ന് പൊന്തിക്കാൻ നോക്കുള്ളൂ. അതും അത്ര വരെ വന്നു കഴിഞ്ഞാൽ മാത്രം, കണ്ടിന്യൂ ചെയ്താൽ മാത്രം. അവരിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ അവരുടെ കൾച്ചറിൽ നിന്നും പഠിക്കുന്ന ഒരു മെസ്സേജ്, അവരൊക്കെ ഈസി ആയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാര് നാമം ചൊല്ലിയിരിക്കുന്ന സമയമായിരിക്കും. അതായത് നമുക്ക് 60s ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇനിയിപ്പോ മക്കളായി അവരുടേതായി അല്ലാണ്ട് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ അവരിൽ നിന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ വെയിറ്റ് ട്രെയിനിങ് അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോ അവര് പറയണത് അവർക്ക് ഹൈസ്കൂൾ ലെവലിൽ തൊട്ടേ ഈ ട്രെയിനിങ് അവരതിനോട് യൂസ്ഡ് ആണ്. അവരെവിടെ പോയാലും ജിമ്മിൽ വർക്കൗട്ട്. അപ്പൊ അവരതുപോലെ തന്നെ ഒരുപാട് സ്വിമ്മിങ് ചെയ്യുന്ന ആളാണ്. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണ് അതൊക്കെ. അപ്പൊ അവര് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് എന്താ പറയാ അത്രയും മോട്ടിവേഷൻ തോന്നും. മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ലേഡിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. നമ്മുടെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ മാറി നിൽക്കും. അതായത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഇത് പൊന്തിച്ചു കഴിഞ്ഞാൽ എന്റെ തണ്ടല് പോവും അല്ലെ, അങ്ങനെയൊക്കെയാണ് ചിന്ത. അത് ഒറ്റ ദിവസം കൊണ്ടല്ല അങ്ങനെ പൊന്തിക്കണ്ടേ. അങ്ങനെ ചെയ്യുമ്പോ അത് പണി കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ അവരെ ആ ബോൺ ആൻഡ് ബോട്ടം
വിത്ത് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോലെ അവർക്ക് അതൊന്ന് പറ്റും. അപ്പൊ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റും. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഡിഫറെന്റ് ആണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ പറയും ഇവിടെ കൂടുതലും കാർബ്സ് ഓൺലി. ഇന്ത്യൻസ് ഫുൾ കാർബ്സ് അൺഹെൽത്തി ഫുഡിന്റെ ഇവിടെ പറയും ലാഗിങ് പ്രോട്ടീൻ, അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം. ബാക്കി ഒന്നും പ്രശ്നമില്ല. അപ്പോ അവര് എന്ന് മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് എപ്പോഴും ആ വർക്കൗട്ട് ഇത് കൊണ്ടുവരുമ്പോ അവർക്ക് നാളെയും പറ്റും, മറ്റന്നാളും പറ്റും, എന്നും പറ്റും, മാസങ്ങളോളം അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി പറ്റുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിലേക്ക് കടക്കുകയും പിന്നെ അത് അവിടെ പോകും. അപ്പൊ നമ്മള് ആ ഒരു ഇത് നോക്കണം. നമ്മളെപ്പോഴും ജോയിന്റ്സ് ശ്രദ്ധിക്കണം. അതായത് നമ്മളെ നീ ജോയിന്റ്സ് ആണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഒരു സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴൊക്കെ ഈ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് നോക്കേണ്ടത് സ്ട്രെങ്തനിങ് ആണ്, സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യുന്നത്. ഈ സ്ട്രെങ്തനിങ് അങ്ങനെ ചെയ്യണം. ഏത് എക്സസൈസ് ചെയ്യാലും സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമുക്കത് ലൈഫ് സ്റ്റൈലില് മസിൽസിനെ നമുക്ക് വേസ്റ്റ് ചെയ്യാതെ, മസിൽസ് ലോസ് ഇല്ലാതെ നമ്മുടെ ആ യൂത്ത്നെസ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ആണ് ഹൈ, ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്. പിന്നെ 30 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ഒന്നുകൂടെ കുറയും. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ മസിൽ ലോസ് നല്ല രീതിയിൽ ഉണ്ടാവും. 30-35 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് ട്രെയിനിങ് ചെയ്തിരിക്കണം. ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് മസിൽസ് ലോസ് ഇല്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ താങ്ക് യു ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സമയം പങ്കിട്ടതിന്. താങ്ക് യു. എന്റെ പേര് ഷഫീഖ്. അപ്പൊ ഷഫീഖിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് ഓട്ടുപാറ, വടക്കാഞ്ചേരി. എന്താ ചെയ്യണേ? ഞാൻ കോച്ച് തന്നെയാണ്, ഫിറ്റ്നസ് കോച്ച് തന്നെയാണ്, ഓൺലൈൻ കോച്ചാണ്. അതെ, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം എന്താ പറയാ, ഒരു ലേഡീസ് ജിം ഇവിടെ നടത്തുന്നത് തൃശ്ശൂർ തന്നെ എനിക്ക് ഇല്ല, വേറെ ഞാൻ കണ്ടിട്ടില്ല. ലേഡീസ് ഓൺലി ഞാൻ തൃശ്ശൂർ വേറെ കണ്ടിട്ടില്ല. ലേഡീസ് ഓൺലി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്റെ വിശ്വാസം. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് ഇത്രയും നേരം എന്നോടൊപ്പം ഞങ്ങളുടെ ജിമ്മിനോടൊപ്പം ചെലവഴിച്ചതിൽ താങ്ക് യു. ഒരുപാട് താങ്ക് യു. ഓക്കെ, ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കലോറിബിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.